ഞങ്ങൾ അതിലിപ്പോ ഒരു പെട്ടെന്നൊരു എമർജൻസി കാണുന്നില്ല. ഇപ്പോ സ്കൂൾ തുറക്കണം, പാഠപുസ്തകം കൊടുക്കണം, അതൊക്കെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നതുപോലെ ഈ ഒപ്പിട്ട BM-ശ്രീയുടെ കാര്യത്തിൽ ഈ ഒരു നിലപാട് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. മാത്രവുമല്ല വിജയൻ, ഇന്നിപ്പോൾ കോഴിക്കോട് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ PM-ശ്രീ എടുത്ത് തോട്ടിലുകൾ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് KM ഷാജി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? അതായത് CPIM കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന, മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന PM-ശ്രീ അത് UDF അധികാരത്തിൽ വന്നതിന് ശേഷം ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്, അങ്ങ് ഫ്രീ ആക്കി കൊടുക്കുകയാണ്. എന്താണ് ഇതിലെ അപകടം എന്നറിയോ? ഇത്രയും നാള് ഇവിടെ UDF-ഉം അതുപോലെ തന്നെ മുസ്ലിം ലീഗും പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ PM-ശ്രീ നടപ്പിലാക്കില്ല എന്നുള്ളത്. ആ വാക്കൊക്കെ വെറും വെള്ളത്തിലിട്ട വളി പോലെയായി എന്ന് പറയേണ്ടി വരും. അവരതാ വാക്ക് പിൻവലിച്ചിരിക്കുന്നു. ഇനിയും അടിമകളായി തുടരുന്ന അണികളായ നിങ്ങൾ മനസ്സിലാക്കണം, വോട്ട് നേടാൻ എന്ത് ഊളത്തരവും പറയുന്നവരാണ് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാര് എന്നുള്ളത്. അതിന് ഏത് രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങളെ പറ്റിക്കാൻ അവർ പലതും പറയുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ ഇത് പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും കൃത്യമായിട്ട് BJP അനുഭാവം കൃത്യമായിട്ട് ആ അജണ്ടയിൽ തന്നെ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ VD സതീശന്റെ കഥയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരനൊക്കെ അടിപൊളിയായിട്ട് തോന്നുന്നു എന്നാ പറയുന്നത്. ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് BJPക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഹിന്ദു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഒരൊറ്റ കാര്യത്തിലേക്ക് എത്താൻ അവര് പരമാവധി ഒഴിച്ചു നിർത്തേണ്ടവരെ ഒഴിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്കറിയാം. ന്യൂനപക്ഷ വേട്ട ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഈ പറയുന്ന BJP തന്നെയാണ്. അവരുടെ അജണ്ടകളിൽ ഒന്ന് അത് തന്നെയാണ് എന്നുള്ളതാണ്. അവരുടെ പോഷക സംഘടനകൾ ഒരുപാടുണ്ട്. അവർ നിരന്തരമായിട്ട് മുസ്ലിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും പറഞ്ഞൊരു വാക്കുണ്ട്, PM-ശ്രീ നമുക്ക് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളത്. നമുക്കതിന്റെ വിശദാംശത്തിലേക്ക് തന്നെ കടക്കാം. ആദ്യം മീഡിയ വണ്ണിന്റെ വാർത്തയുടെ ഒരു ചെറിയ ഭാഗം കാണാം. ചെയ്തിട്ടുള്ള PM-ശ്രീ അടക്കമുള്ള കേന്ദ്ര സർക്കാരിനോട് വിധേയപ്പെട്ടു എന്ന വിമർശനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വന്ന സർക്കാരാണല്ലോ. ഇനി LDF-നെ പറയരുത്, മോദി നെഹ്റുവിനെ പറയുന്ന പോലെ. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ PM-ശ്രീ റദ്ദാക്കുമെന്നാണ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ കേരയിൽ റദ്ദാക്കുമെന്നാണ്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വന്നാൽ ഈ ഗൺമാന്മാർക്കെതിരെ കേസെടുക്കുമെന്നാണ്. ആദ്യത്തെ രണ്ടെണ്ണം ചെയ്തല്ലോ, ഒരു റിസ്ക്കും ഇല്ലാത്ത കാര്യമാണ്. കേരയിൽ ഞങ്ങൾ റദ്ദാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ കിട്ടാത്തതും ഇവിടുത്തെ BJP അടക്കം എതിർക്കുകയും ചെയ്യുന്ന സംഗതിയായിരുന്നു കേരയിൽ. അത് റദ്ദാക്കി. ഗൺമാന്മാരുടെ കാര്യത്തിൽ കേസെടുത്തു. PM-ശ്രീയുടെ കാര്യത്തിൽ എന്താണ് എടുക്കാത്തത്, നിലപാടെടുക്കാത്തത്? അത് കേന്ദ്ര സർക്കാരുമായി തെറ്റേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരുമായി തെറ്റുന്ന ഒരു പരിപാടിക്കും ഇല്ല എന്ന് ഈ സർക്കാർ തുടക്കത്തിലെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിനും ഇല്ല എന്നവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM-ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. അങ്ങനെ പഠിക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം ഇല്ലാതെയാവണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കുന്നത് ഈ വേങ്ങരയുടെ മാത്രം പ്രശ്നങ്ങളല്ല. അത് 25%. അതിനപ്പുറം 75% ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാനും പൊരുതാനുമുള്ള നിയമനിർമ്മാണ സഭയിലേക്കുള്ള വോട്ടാണ്. ആ വോട്ട് കൊടുത്ത അവസാനം ഞാൻ പറയുന്നില്ല കേട്ടോ, CPIM-ഉം അതേപോലെ BJP-യും ആയിരുന്നത്രേ എന്ത് കൈകോർത്തിരുന്നത്. ആ കൈകോർത്തതൊക്കെ ഞങ്ങളിപ്പോ കണ്ടു ആരാണെന്ന് വ്യക്തമായിട്ട്. സത്യപ്രതിജ്ഞക്ക് 3 ദിവസം മുൻപ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു വിമാനം കയറി ഒരു പോക്ക് പോയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം, പക്ഷെ മിണ്ടുന്നില്ല. ഇവിടെ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ആരാണ് ഫ്രീസ് ചെയ്തിരിക്കുന്ന ആ പേപ്പർ വീണ്ടും വെയിലത്തിട്ട് ഉണക്കി അതാ BJP-യുടെ പോക്കറ്റിന്റെ ഉള്ളിൽ തിരികെ വെച്ചിരിക്കുന്നത്? ആരാ? ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കെതിരെയായിട്ടുള്ള പേപ്പറാണത് എന്നാ പറയുന്നത്. അങ്ങനെയെങ്കിൽ മുസ്ലിം ലീഗുകാരാ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുന്നില്ല? മുസ്ലിം ലീഗിന്റെ ഒക്കെ സ്വന്തം ആളാണല്ലോ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. വർത്താനം പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ്. ഞാൻ എന്നും നിരന്തരം പറയുന്നതാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള BJP-യുടെ ഈ വേട്ടയെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളത്. പക്ഷെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവരുടെ സ്വന്തം ആളാണ്.
അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഞാനിത് പറയുമ്പോൾ തെറി വിളിക്കാൻ വരുന്ന അടിമകളോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പിണറായിക്കെതിരെയും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, നരേന്ദ്രമോദിക്കെതിരെയും ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഇവിടെ കാണുന്ന തെറ്റുകൾക്കൊക്കെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. ഇവിടെ വി ഡി സതീശൻ ഇപ്പൊ എടുക്കുന്ന നിലപാട് അത് മൃദുത്വ BJP-യോടുള്ള സ്നേഹമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. അത് മൃദുത്വമാണോ അല്ലയോ എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ കഴിയുമെന്നുള്ളതാണ്. ശ്രീധരൻ സാറിന് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് നമ്മുടെ സ്വന്തം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ആകാശത്ത് കൂടുള്ള ട്രെയിനിന്റെ പരിപാടിയില്ല, അതൊന്ന് പരിശോധിക്കണേ എന്നുള്ളത്. ഉടനെ തന്നെ ഒരു പോസ്റ്റ് വന്നു, നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടാവും, നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറയാണ് ഞങ്ങളും അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നല്ലൊരു പരിപാടിയാണ് എന്നുള്ളത്. അതായത് BJP-യും UDF-ഉം ഒരുമിച്ച് നിന്ന് ഈ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പോവുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് BJP-യും UDF-ഉം ഒന്നാകുന്നു. ഇവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനം ഏത് ചവിട്ടുകൊട്ടയിലാണെന്ന് കൂടി പറയണം കേട്ടോ. അടുത്ത ക്ലിപ്പ് ഒന്ന് കാണൂ. കുഞ്ഞാലിക്കുട്ടിക്ക് എന്തോ പറയാനുണ്ട്. വിചാരിച്ച് നമ്മള് കുട്ടികളെ എന്തും പഠിപ്പിക്കുക എന്ന് വെക്കാൻ ഒക്കുമോ? പണ്ട് BJP-യുടെ ഔദാര്യമല്ലല്ലോ, ജനങ്ങളുടെ ഫണ്ടാണ്. അതിന് നിയമവഴി നോക്കണം. തമിഴ്നാടൊക്കെ ചെയ്യുന്നതാണ്. അതാണ് മാതൃക. അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഈ PM ശ്രീ പദ്ധതിയിൽ പഠന സിസ്റ്റത്തിലേക്ക് മാറിയത് വളരെ ഗൗരവമുള്ള സംഗതി തന്നെയാണ്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. സംഘപരിവാറിന്റെ അറിയപ്പെടുന്ന ഒരു അജണ്ട തന്നെയാണ് ചരിത്രം തന്നെ മാറ്റുക. അപ്പോൾ മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതിക്ക് കൂട്ടുന്നു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല. മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത മുസ്ലിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ മാറ്റി പറഞ്ഞു ഇവരിതാ PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, സ്വർഗത്തിലേക്ക് പോകാൻ മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല. നന്മകൾ ചെയ്താൽ മാത്രം മതി, അള്ളാഹുവിന്റെ പാത പിന്തുടർന്നാൽ മാത്രം മതി. പക്ഷേ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ഇവർ അധികാരത്തിൽ കയറിക്കൊണ്ട് പോക്കറ്റ് വീർപ്പിക്കുമ്പോ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ അങ്ങ് ഇട്ടുകൊടുക്കുന്നതിന് തുല്യമാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് എന്നും നോക്കൂ എന്ന് പറയുന്നില്ലേ, ഇനി ഇങ്ങ് കേരളത്തിലേക്ക് നോക്കൂ എന്ന് പറയേണ്ട അവസ്ഥ ഇവരാക്കിയെടുക്കുന്നുള്ളതാണ്. മറ്റൊരു മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ ഒരു വാക്കാണ് കേൾക്കാം. PM ശ്രീ കരാർ എന്താ? PM ശ്രീ കരാർ കൃത്യമായിട്ട് ന്യൂനപക്ഷത്തെ ഒറ്റിപ്പ് കൊടുക്കുന്ന ഒരു സാധനമല്ല. ഒരു ഇത്ര പൈസ തരാം, നിങ്ങളുടെ സ്കൂളുകൾ ഹൈടെക് ആക്കാം എന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങളുടെ സിലബസുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം, ആ സിലബസിൽ മതനിരപേക്ഷത ഇല്ലെങ്കിലും ഞാൻ കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്താ? അത് ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ കൃത്യമായി ഒറ്റിക്കൊടുക്കുന്ന ഒരു സാധനമല്ലേ? അതിലൊരു പ്രശ്നം പോലും ആർക്കും മനസ്സിലാവുന്നില്ല. ഇവിടെ മുസ്ലിം ലീഗിനൊന്നും ചെയ്യാനില്ല. കാരണം ചെയ്തു കൂട്ടുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ട്രൗസറിന്റെ നിറം കാവിയാണ് എന്നുള്ളതാണ്. ഇത് ഇനി ഉറക്ക ഉച്ചത്തിൽ എന്നും വിളിച്ചു പറയുക തന്നെ ചെയ്യും. കറക്റ്റ് എവിഡൻസോട് കൂടിയിട്ട് നാളെ മുതൽ നമ്മൾ അങ്ങോട്ട് പൊളിച്ചടക്കും എന്നുള്ളതാണ്. ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ പറ്റിച്ച് അധികാരത്തിൽ കയറിയിട്ട് ഇമ്മാതിരി ഉമ്മാക്കി കാണിക്കില്ല. പിണറായി സഖാവ് പറഞ്ഞതുപോലെ ഇമ്മാതിരി ഉമ്മാക്കി ഒന്നും കാട്ടി പേടിപ്പിക്കല്ല സാറേ എന്നാ പറയാനുള്ളത്. ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള എന്ത് പ്രവർത്തനം കാഴ്ചവെച്ചാലും ഭരിക്കുന്നത് ആരാണെന്നും നോക്കില്ല, നമ്മൾ വലിച്ചു കീറി അങ്ങ് ഒട്ടിക്കും. ഇനി നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന വാക്ക് കേൾക്കാം. LDF പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഫണ്ടിനെ കുറിച്ചാണ്. അത്രയും ഫണ്ട് വേണ്ട എന്ന് വെക്കണോ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി. അതിലെ ആ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് യോജിപ്പാണ്. കാരണം ഈ നമ്മുടെ നാട് ഒരു ഫെഡറൽ സംവിധാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെന്ററിനും ഒക്കെ അവകാശമുണ്ടെങ്കിലും അധികമായിട്ട് സ്റ്റേറ്റിൽ നടപ്പാക്കി വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതിക്ക്, ഒരു പദ്ധതിക്ക് കണ്ടീഷൻ വെക്കുക എന്നുള്ളത് ഒരു അതൊരു ഫെഡറലിസത്തിന് സാമ്പത്തിക സഹായം കേരളത്തിന് ലഭിക്കും. അതിന്റെ ഒരു വശമുണ്ട്. ഈ ഇത്രയും ഫണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കേണ്ട 1000 കോടിയിൽ പരം രൂപയുടെ ഫണ്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. പലതിനും നമുക്ക് ഫണ്ടില്ലാത്ത വിഷയമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെല്ലാം വെച്ചുകൊണ്ട് UDF ലീഡർഷിപ്പ് അത് ചർച്ച ചെയ്ത് മുഖ്യമന്ത്രി അതിന്റെ ഒരു തീരുമാനം. എന്തായാലും RSSന്റെ അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അടിയറവ് വെച്ചിരിക്കുകയാണ് ഇവിടെയുള്ള മുസ്ലിം ലീഗും അതേപോലെ UDF-ഉം എന്നുള്ളതാണ്. നിങ്ങൾ വോട്ട് വാങ്ങുന്ന സമയത്ത് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുക. ഇവിടെ RSSന്റെ അജണ്ട നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ, RSSന്റെ അജണ്ടകൾ ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ കൂട്ടുനിന്നു എന്നുള്ള ഒരൊറ്റ ചോദ്യമേ എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഫണ്ട് കിട്ടാനുണ്ട് 1000 കോടി എന്നുള്ളത്. അതിൽ 378 കോടി രൂപയോളം ഇന്ന് നരേന്ദ്രമോദി നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ വ്യക്തമായി ഞങ്ങൾക്കറിയാം
നരേന്ദ്രമോദിയുടെ കാൽപാദം തൊട്ട് വണങ്ങി VD സതീശൻ അത് വാങ്ങിയെടുത്തതാണ് എന്നുള്ളത്. അതായത് ഒപ്പൊക്കെ ഞങ്ങൾ വെച്ചോളാം, കേരളത്തിലുള്ള മുസ്ലിം ലീഗിലുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാണ് എന്ന രീതിയിൽ പറയുന്നു, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളും വിഡ്ഢികളാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത് അപകടമാണ് എന്ന് ഞാൻ നിരന്തരം വിളിച്ചു പറയുന്നതാണ്. ഇവിടെയുള്ള മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കാതാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് BJPക്ക് അടിയറവ് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാവുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇന്നും കൂടി 10-29 രൂപ ഗ്യാസിന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയാൻ ആർക്കും നേരമില്ല എന്നുള്ളതാണ്. അണികളായ അടിമകൾ വന്ന് തെറി വിളിച്ച് സമയം കളയാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ജീവിക്കാൻ കഴിയാത്ത രീതിയിലാക്കിയ BJPയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെയുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുകയാണ് നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. നിങ്ങൾ നിലപാടുകൾ മാറ്റുന്നു, നിങ്ങൾ നയങ്ങൾ മാറ്റുന്നു, പറഞ്ഞ വാക്കുകൾ മാറ്റുന്നു. നിങ്ങൾക്ക് നുണേശൻ എന്നൊരു പേര് പോലുമുണ്ട്. അത് നിങ്ങൾ എന്ന് മാറ്റി എഴുതുമെന്നൊരിക്കലും പിടിയുമില്ല. പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.